ഇന്ന് മെയ് 21 ലണ്ടൻ സെഷനിൽ ഗോൾഡിൽ 2 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് TP ഹിറ്റ് ചെയ്തു, ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 ഹവറിൽ നമുക്കറിയാം സ്വിംഗ് സ്ട്രക്ചർ ബെയറിഷും ഇന്റേണൽ സ്ട്രക്ചർ ബെയറിഷും ആണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് ഒന്നല്ലെങ്കിൽ ഈ ഒരു പ്രീമിയം സോണിലേക്ക് എത്തിയതിന് ശേഷം താഴോട്ട് വരും. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കാൻഡലിന്റെ ബോഡി വെച്ചിട്ടുള്ള ക്ലോസ് ആണ്. അതുകൊണ്ട് ഈ ഒരു സപ്ലൈ സോണിൽ ടച്ച് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് വന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഈ ഒരു എക്സ്ട്രീം പുൾ ബാക്ക് നടക്കണമെങ്കിൽ ഈ ഒരു സപ്ലൈ സോണിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു പ്രീമിയം സോണിലേക്കോ എത്തിയതിന് ശേഷമായിരിക്കും പ്രൈസ് ഈ അപ് ട്രെൻഡിലേക്ക് കണ്ടിന്യൂവേഷൻ നടക്കാം. അപ്പോൾ ഇനി 15 മിനിറ്റ്സിൽ നോക്കുമ്പോൾ 15 മിനിറ്റ്സിന്റെ സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ കാൻഡലിന്റെ ബോഡി വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നമ്മൾ ട്രേഡ്സ് എടുക്കുമ്പോൾ ഞാൻ മെയിൻലി 15 മിനിറ്റ്സിന്റെ ഇമ്മീഡിയറ്റ് ബയേഴ്സ് വെച്ചിട്ടാണ് ഡേ ട്രേഡിംഗിൽ ട്രേഡ്സ് എടുക്കാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു മീഡിയം ടൈം ഫ്രെയിം റിസ്ക് എൻട്രി ആണ്. കാരണം ഈ ഒരു 15 മിനിറ്റ്സിന്റെ സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും പ്രൈസ് റീട്രേസ് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ സെൽ എൻട്രി എടുക്കുന്നത് ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് അല്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു 15 മിനിറ്റ്സിന്റെ ഇമ്മീഡിയറ്റ് ബയേഴ്സിൽ നമുക്കൊരു സ്കാൽപ്പിംഗ് പോലെ ട്രേഡ് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ലണ്ടൻ സെഷൻ ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് പ്രൈസ് റീട്രേസ് ചെയ്ത് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയതിന് ശേഷം റീട്രേസ് ചെയ്ത് ഈ ഒരു 15 മിനിറ്റ്സിന്റെ സപ്ലൈ സോണിലേക്ക് എത്തി. അതുമാത്രമല്ല നമുക്ക് പ്രീവിയസ് ആയിട്ട് നോക്കുമ്പോൾ ഈ ഒരു ഹൈ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഹൈൻ്റെ മേലെ ലിക്വിഡിറ്റി ഉണ്ട്. പ്രൈസ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിന് ശേഷമാണ് താഴോട്ടേക്ക് ബ്രേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഇവിടെ ഓൾറെഡി ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 15 മിനിറ്റ്സിന്റെ സപ്ലൈ സോണിൽ ഡയറക്റ്റ് എൻട്രി വെക്കാതെ ലോവർ ടൈം ഫ്രെയിം ആയ 5 മിനിറ്റ്സിലേക്ക് പോയി ഈ 5 മിനിറ്റ്സിന്റെ ഒരു സ്റ്റാക്ക് സോൺ കണ്ടെത്തിയതിന് ശേഷം അവിടെയാണ് ഞാൻ എൻട്രി വെച്ചത്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു 5 മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ 15 മിനിറ്റ്സിന്റെ സപ്ലൈ സോണിന്റെ മേലെയായിട്ടും ഈ ഒരു 15 മിനിറ്റ്സിന്റെ ലോന്റെ താഴെയായിട്ട് ടേക്ക് പ്രോഫിറ്റും വെച്ചു. ഒരു 3.21 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ആ ട്രേഡ് എൻട്രി എക്സിറ്റ് ആയത്. ഓക്കെ, ഇനി അടുത്ത ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു 15 മിനിറ്റ്സിൽ ഇവിടെ നമുക്ക് കാൻഡലിന്റെ ബോഡി വെച്ചിട്ടുള്ള ക്ലോസ് വന്നു. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു റിസ്ക് എൻട്രി ആണ്. ആ റിസ്ക് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അടുത്ത ട്രേഡും ഞാൻ എടുത്തത്. കാരണം ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു എക്സ്ട്രീം പ്രീമിയം സോണിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് അല്ല. പക്ഷേ നമുക്ക് 15 മിനിറ്റ്സിന്റെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള സെൽ എൻട്രീസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 4 അവറിന്റെ ഡിമാൻഡ് സോൺ വരെ അല്ലെങ്കിൽ 15 മിനിറ്റ്സിന്റെ ഈ ഒരു ഡിമാൻഡ് സോൺ വരെ പ്രൈസ് എത്തിയതിന് ശേഷം നമുക്ക് ഒരു പുൾ ബാക്ക് ഫേസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മീഡിയം ടൈം ഫ്രെയിം ആയ 15 മിനിറ്റ്സിന്റെ ഇമ്മീഡിയറ്റ് ബയേഴ്സിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഫ്ലോന്റെ ബേസിസിലാണ് ഞാൻ അടുത്ത ഒരു മീഡിയം ടൈം ഫ്രെയിം റിസ്ക് എൻട്രി എടുത്തത്. ഇത് അഗ്രസീവ് ആയിട്ടുള്ള സെല്ലാണ്. നമുക്ക് ഇവിടെ കൺഫർമേഷൻ എൻട്രി അല്ല, റിസ്ക് എൻട്രി ആണ്. അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ 5 മിനിറ്റ്സിന്റെ ഈ ഒരു സപ്ലൈ സോണിനെ നമ്മൾ സ്റ്റാക്ക് സോൺ റിഫൈൻ ചെയ്തിട്ട് അവിടെ ഈ ഒരു 5 മിനിറ്റ്സിന്റെ സപ്ലൈ സോണിന്റെ അടുത്തായിട്ട് എൻട്രിയും അതിന്റെ മേലെയായിട്ട് സ്റ്റോപ്പ് ലോസും. അതേപോലെ ഈ ഒരു 15 മിനിറ്റ്സിന്റെ ലോന്റെ താഴെയാണ് നോർമലി വെക്കേണ്ടത് TP. ഇതൊരു ഇമ്മീഡിയറ്റ് ബയാസ് ആയതുകൊണ്ട് തന്നെ പ്രൈസ് എപ്പോൾ വേണമെങ്കിലും മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊരു റിസ്ക് എൻട്രി ആയതുകൊണ്ടും സ്കാൽപ്പിംഗ് ആയ കാരണം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻട്രിയും എക്സിറ്റും ആണ് നോക്കേണ്ടത്, സ്കാൽപ്പിംഗ്. പക്ഷേ ഞാൻ ഒരു ഓൾറെഡി റിസ്ക് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു 4 അവറിന്റെ എക്സ്ട്രീം സോണിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു 1:3 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഞാൻ ട്രേഡ് എൻട്രി വെച്ചത്. പക്ഷേ ഈ ഒരു സപ്ലൈ സോണിൽ ടച്ച് ചെയ്തിട്ട് പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ലണ്ടൻ സെഷനിൽ 2 ട്രേഡ്സ് കിട്ടി. ഒന്ന് 3.21 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ TPയും ഹിറ്റ് ചെയ്തു, ഒരെണ്ണം -1% സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തു. ഫൈൻ ലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻ ലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.